ഹായ് ഫ്രണ്ട്സ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ CCNA ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വിച്ചിനെ കുറിച്ച് തന്നെയാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്വിച്ചുകളുടെ പോർട്ടുകളെക്കുറിച്ചും അത്തരം ഡീറ്റെയിൽസുകളായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു, VLAN എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ടായിരുന്നു, വെർച്വൽ ലാൻ എന്ന് പറയുന്ന ടോപ്പിക്. അപ്പോൾ നമുക്ക് എന്താണ് VLAN എന്നുള്ളതും എങ്ങനെയാണ് നമ്മൾ VLAN ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ പറയുന്ന VLAN എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് VLAN അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ VLAN ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതിനുള്ള മുമ്പുള്ള വീഡിയോകൾ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ CCNA ക്ലാസ് സീരീസിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മുതലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് VLAN ക്രിയേറ്റ് ചെയ്യുന്നത്, എന്താണ് VLAN എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം സ്വിച്ചിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് നമുക്ക് VLANനെ കുറിച്ച് വരാം. ഇപ്പോൾ ഇവിടെ ഞാൻ പാക്കറ്റ് ട്രേസറിൽ ഞാനൊരു സ്വിച്ച് എടുക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്ന സ്വിച്ച് 2960 എന്ന് പറയുന്ന സ്വിച്ചാണ്. ഈ ഒരു സ്വിച്ച് 24 പോർട്ടിൻ്റെ സ്വിച്ചാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഇതിന് മൊത്തം 24 പോർട്ടുണ്ട്. 24 പോർട്ട് ഫാസ്റ്റ് എതർനെറ്റ് കൂടാതെ 2 ജിഗാബിറ്റ് എതർനെറ്റും അതുപോലെ തന്നെ ഒരു കൺസോൾ പോർട്ടും. കൺസോൾ പോർട്ട് എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്വിച്ചിനെ കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസോൾ പോർട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ എക്സാമ്പിളായിട്ട് 24 പോർട്ടുള്ളൊരു സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഈ 24 പോർട്ടുള്ള സ്വിച്ചിൽ എനിക്ക് 2 ലാൻ ക്രിയേറ്റ് ചെയ്യണം. ഒരു ലാനിൽ 10 കമ്പ്യൂട്ടറും രണ്ടാമത്തെ ലാനിൽ 10 കമ്പ്യൂട്ടറും, അങ്ങനെ മൊത്തം 20 കമ്പ്യൂട്ടർ ഉണ്ട്. അതിൽ 2 ലാനാണ് വേണ്ടത്. ഒരു 10 കമ്പ്യൂട്ടറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, മറ്റ് 10 കമ്പ്യൂട്ടറുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു സ്വിച്ച് ഉണ്ട്, 2 ലാൻ വേണം. അപ്പോൾ 2 ക്ലാസ് റൂമിലേക്കും കൂടെ ഒരു സ്വിച്ചാണ് പർച്ചേസ് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ 2 ലാനാണ് അവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് ഒരു ലാൻ നമുക്ക് ക്ലാസ് റൂം 1 എന്ന് കൊടുക്കാം. ലാൻ്റെ പേര് ക്ലാസ് റൂം 1. രണ്ടാമത്തെ ലാനിന് നമുക്ക് ക്ലാസ് റൂം 2 എന്ന് കൊടുക്കാം. 2 ലാനാണ് വേണ്ടത്. അപ്പോൾ ഒരു ലാനിൽ നമുക്ക് 10 കമ്പ്യൂട്ടറാണ് വേണ്ടത്. 10 കമ്പ്യൂട്ടറാണ് വേണ്ടത്. രണ്ടാമത്തെ ലാനിൽ നമുക്ക് ഇതേപോലെ തന്നെ 10 കമ്പ്യൂട്ടറാണ് വേണ്ടത്. അപ്പോൾ ഈ 2 ലാനുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ സ്വിച്ച് വെച്ചിട്ട് ഞാൻ 10 കമ്പ്യൂട്ടർ, അപ്പോൾ ആദ്യത്തെ ലാനിലോട്ട് വേണ്ടിയിട്ടുള്ള 10 കമ്പ്യൂട്ടറുകൾ വെക്കാൻ പോവുകയാണ്. ഇത് രണ്ടാമത്തെ ലാനിൽ ക്ലാസ് റൂമിലുള്ള 10 കമ്പ്യൂട്ടർ. ഓക്കെ, ഇനി ക്ലാസ് റൂമിലെ കമ്പ്യൂട്ടറുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒന്നാമത്തെ പോർട്ടിലോട്ട് കണക്ട് ചെയ്തു, അടുത്തെടുത്തു, രണ്ടാമത്തെ പോർട്ടിലോട്ട് കണക്ട് ചെയ്തു, അടുത്തത് അങ്ങനെ എല്ലാ പോർട്ടിലോട്ടും സ്വിച്ചിൻ്റെ ആദ്യത്തെ 10 പോർട്ടിലോട്ട് ഞാൻ ലാൻ 1ലെ PCകളെ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ 10 പോർട്ടിലോട്ട് ലാൻ 1ലെ PCകൾ കണക്ട് ചെയ്തു. പിന്നെ 11ാമത്തെ പോർട്ട് എടുത്തു, അത് ലാൻ 2.
ഇപ്പോൾ ലാൻ 2 ഞാൻ 11 മുതൽ 20 വരെയുള്ള പോർട്ടുകളെ എടുത്തിട്ട് ഞാൻ ലാൻ 2 പി സികൾ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. ഇവിടെ 2 ലാനാണ് വേണ്ടത്. 2 ലാനുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു. ഇപ്പോൾ 2 ലാനുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഞാൻ ആദ്യത്തെ ലാനിന് കൊടുക്കുന്ന IP, ഇവിടെ ഇരിക്കുന്ന പി സികൾക്ക് കൊടുക്കുന്ന IP 192 168 10 മുതൽ 192 168 10 വരെയുള്ള IPകൾ കൊടുക്കുകയാണ്. അപ്പോൾ 10 അല്ല 10 വരെയുള്ള IPകൾ കൊടുക്കുകയാണ്. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള പി സികൾ, അപ്പോൾ ഒന്നിന് 192 168 10 1 10 13 14 അങ്ങനെ വന്ന് 10 വരെയുള്ള. ഇവിടെ ഞാൻ അപ്പോൾ ഇനി ഇവിടെ 10ൻ്റെ ബാലൻസ് ഉണ്ട്. ഇപ്പോൾ 192 168 10 ശേഷം 10 11 10 12 മുതൽ 10 255 വരെയല്ലേ. ആ IPകൾ എനിക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ IPകൾ യൂസ് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ആ IPകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരു സ്വിച്ചിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അപ്പോൾ ലാൻ 1ഉം ലാൻ 2ഉം തമ്മിൽ കണക്ഷൻ കിട്ടും. അപ്പോൾ എനിക്കിനി ആ ഒരു IP ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന 192 168 10 1 എന്ന് പറയുന്ന IP ഇപ്പോൾ യൂസ് ചെയ്യൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഞാൻ വേറൊരു IP യൂസ് ചെയ്യണം അല്ലേ. ഞാൻ 192 168 20 1 മുതൽ 192 168 20 2 വരെ, അല്ല 20 10 വരെ. ഇപ്പോൾ ഓക്കെ, നമ്മളൊരു സ്വിച്ചിലോട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 2 ലാനിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. 2 ലാനിന് നമ്മൾ വ്യത്യസ്ത IP കൊടുത്തത് കൊണ്ട് ഒരു ലാന് മറ്റു ലാനുമായിട്ട് ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ഉണ്ടാക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന നെറ്റ്വർക്കിന് ഇതിപ്പോൾ 2 ലാനേ ഉള്ളൂ. ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു സ്വിച്ചിലോട്ട് 3 ലാന് വെക്കാം. എന്നിട്ട് 8 കമ്പ്യൂട്ടർ വീതം, അല്ലെങ്കിൽ ഒരു 48 പോർട്ടുള്ള സ്വിച്ചോ അത്ര, അല്ലെങ്കിൽ 64 പോർട്ടുള്ള സ്വിച്ചൊക്കെ മേടിച്ചിട്ട് ചിലപ്പോൾ അതിലൊരു 5 ലാനൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട അവസ്ഥ വന്നു എന്ന് വിചാരിക്കുക. 5 ലാനൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ നമുക്ക് 5 നെറ്റ്വർക്ക് എടുത്തിട്ട് ഓരോ ലാനിനും ഓരോ നെറ്റ്വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ 5 നെറ്റ്വർക്കുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റും ചെയ്യില്ല, പക്ഷെ അതത് നെറ്റ്വർക്കുകളിൽ ഇരിക്കുന്ന സിസ്റ്റങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന നെറ്റ്വർക്കിനൊരു പ്രശ്നമുണ്ട്. ഇവിടെയാണ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നൊരു സംഭവം നടക്കുക. ഇപ്പോൾ സ്വിച്ചിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. സ്വിച്ചിൻ്റെ ഒരു പ്രത്യേകത, സ്വിച്ചിൻ്റെ പോർട്ടിലോട്ട് ഒരു ഡാറ്റ വന്നാൽ സ്വിച്ച് അത് മറ്റ് എല്ലാ പോർട്ടിലോട്ടും ആ ഡാറ്റേനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണമായിട്ട്, ഇപ്പോൾ ഇത് 2 ലാൻ ആണല്ലോ. ഇവിടെ ലാൻ 1ഉം ഇത് ലാൻ 2ഉം ആണ്. ഞാൻ ലാൻ 1ൽ പി സികൾക്ക് ഒരു പി സിക്ക് IP കൊടുക്കാം 10.0.0.1. ഈ ലാസ്റ്റ് പി സിക്കും IP കൊടുക്കാം 10.0.0.10. ഇവിടെ ഞാൻ 20.0.0.1 കൊടുത്തു. ഇവിടെ ഞാനൊരു പി സിക്ക് 20.0.0.10 കൊടുത്തു. ഞാൻ അപ്പോൾ 2 ലാനിൽ ഓരോരോ നെറ്റ്വർക്കുകൾക്ക് മാത്രമേ IP കൊടുത്തിട്ടുള്ളൂ, അല്ല ഓരോരോ പി സികൾക്ക് മാത്രമേ IP കൊടുത്തിട്ടുള്ളൂ. ഇനി എനിക്ക് 10.0.0.1 നിന്ന് 10.0.0.10 ഞാൻ കമ്മ്യൂണിക്കേഷൻ ചെക്ക് ചെയ്യുകയാണ്, കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും നമുക്കൊരു ലാനാണ്, അപ്പോൾ ആ ലാനുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പറഞ്ഞു അല്ലേ. പിങ് സ്പേസ് 10.0.0.10 ഇതിലോട്ട് ഞാൻ പിങ് അടിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിൽ ആ ഡാറ്റ സഞ്ചരിച്ച് നേരെ സ്വിച്ചിലെത്തി. ആ ഡാറ്റ ഇപ്പോൾ സ്വിച്ചിലാണ് നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് ആ ഡാറ്റ എങ്ങോട്ടാണ് വരേണ്ടത്? 10.0.0.10 വരേണ്ടത് അല്ലേ. 10.0.0.10 അല്ല, 192. ഞാൻ IP കൊടുത്തത് മാറി, സോറി. ഞാൻ 192 IP കൊടുക്കാൻ ഉദ്ദേശിച്ചത് അല്ലേ. 192 168 10 1. ഇവിടെ സബ്നെറ്റ് മാസ്ക് ക്ലാസ് C ആണ്, സബ്നെറ്റ് മാസ്ക് കൊടുത്തു. ഇവിടെ 192 168 10 10. ഇത് ക്ലാസ് C ആണ്. അപ്പോൾ ക്ലാസ് സിയുടെ സബ്നെറ്റ് മാസ്ക് കൊടുക്കുകയാണ്. ഞാൻ ക്ലാസ് Aയുടെ കൊടുത്തതാണ്, അത് മാറിപ്പോയതാണ്. ഇവിടെയും ഇനി അതേപോലെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവിടെ 192 168 20 10 255 255 255 0. ഇവിടെ 192 168 20 1 255 255 255 0. ഓക്കെ, ഇനി ഞാൻ ഇതിൽ കയറിയിട്ട് പിങ് സ്പേസ് 192 168 10 10 പിങ് അടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഡാറ്റ സഞ്ചരിച്ച് നേരെ സ്വിച്ചിലോട്ട് എത്തുകയും
സോറി, ഇതൊന്ന് ക്ലിയർ ചെയ്യട്ടെ. ഇപ്പോൾ വേറൊരു പി സി എടുക്കാം. 192 ഇതിനൊരു IP കൊടുക്കാം. 192 168 10.8. ഓക്കെ, ഞാൻ ഇതിൽ കയറി 192 168 10.8 ഞാൻ പിങ് ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും ആ പി സിയിൽ നിന്ന് ഡാറ്റ നേരെ സ്വിച്ചിലോട്ട് എത്തുകയും സ്വിച്ച് ആ ഡാറ്റേനെ എന്ത് ചെയ്യും? എല്ലാ നെറ്റ്വർക്കിലോട്ടും സ്വിച്ച് ആ ഡാറ്റേനെ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ പോർട്ടുകളിലോട്ടും, നെറ്റ്വർക്ക് അല്ല, എല്ലാ പോർട്ടുകളിലോട്ടും സ്വിച്ച് ആ ഡാറ്റേനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്വിച്ച് ആ ഡാറ്റേനെ ബ്രോഡ്കാസ്റ്റ് ചെയ്തപ്പോൾ ആ ഡാറ്റ സ്വീകരിച്ച് സ്വാഭാവികമായിട്ടും ഈ ഒരു പി സി മാത്രമാണ്, അവിടെ മാത്രമേ ആ പാക്കറ്റ് കറക്റ്റായിട്ട് സ്വീകരിച്ചിട്ടുള്ളൂ, ബാക്കിയൊന്നും സ്വീകരിച്ചില്ല. പക്ഷേ ഒരു പി സി 1 നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഈ പി സി 1 ഉണ്ടല്ലോ, ഈ പി സി 1 ഇരിക്കുന്ന ലാൻ 1ലാണ്. ഈ ലാൻ 1 പി സി 1 ഒരു ഡാറ്റ അതേ ലാനിലോട്ട് തന്നെ അയച്ചപ്പോഴും ആ സ്വിച്ച് എന്ത് ചെയ്തു? ആ ഡാറ്റേനെ ബ്രോഡ്കാസ്റ്റ് ചെയ്തു. എന്ന് വെച്ചാൽ എല്ലാ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡിവൈസുകൾ ഇരിക്കുന്ന എല്ലാ പോർട്ടിലോട്ടും സ്വിച്ച് ആ ഡാറ്റേനെ അയച്ചു കൊടുത്തു. അതിനാണ് ബ്രോഡ്കാസ്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ലാൻ 1 ഉണ്ടാകുന്ന ഡാറ്റ ട്രാൻസ്മിഷൻ ലാൻ 2 ബാധിക്കുന്നുണ്ട്. കാരണം ലാൻ 2 പോർട്ടിലോട്ടും ആ ഡാറ്റകൾ എന്ത് ചെയ്യുന്നുണ്ട്? ചെല്ലുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ലാൻ 2 ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും സ്വിച്ചിനകത്ത് ഈ ബ്രോഡ്കാസ്റ്റ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഡാറ്റ ട്രാഫിക് കൂടും, അവിടെ നെറ്റ്വർക്ക് ഡിലേ ആകും. അത് നമ്മുടെ നെറ്റ്വർക്കിലും മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ ശരിക്കും ലാൻ 1 കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാൻ 1 ഒരു പി സിയിൽ നിന്ന് അതേ ലാനിലിരിക്കുന്ന പി സിയിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. കാരണം സ്വിച്ചാണ്. ലാൻ 1 ഒരിക്കലും ലാൻ 2 നിലവിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ലെങ്കിൽ പോലും ഇപ്പം ലാൻ 1 പി സി 1 നിന്ന് ലാൻ 1 തന്നെ പി സി 8 ഞാൻ പിങ് ചെയ്തപ്പോൾ ലാൻ 1 പി സി 1 നിന്ന് സഞ്ചരിച്ച ഡാറ്റ നേരെ സ്വിച്ചിലോട്ട് എത്തുകയും സ്വിച്ച് അത് മറ്റ് എല്ലാ പോർട്ടുകളിലോട്ടും ലാൻ 2 സിസ്റ്റങ്ങളിലോട്ട് വരെ ആ ഡാറ്റേനെ, ആ ഒരു പാക്കറ്റിനെ സ്വിച്ച് എന്ത് ചെയ്തു? സ്വിച്ച് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് വിടുകയും ചെയ്തു. ഇതേപോലെ ലാൻ 2 കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ലാൻ 1 ആ ഡാറ്റകൾ അങ്ങോട്ട് ബ്രോഡ്കാസ്റ്റ് ആയി വരും. അപ്പം ഇത് അൺനെസസറി ആയിട്ടുള്ള ബ്രോഡ്കാസ്റ്റിംഗാണ്. ഒരു ആവശ്യമില്ലാത്ത ഒരു ബ്രോഡ്കാസ്റ്റിംഗ്. ഒരാവശ്യമില്ല എന്ന് പറഞ്ഞാൽ സ്വിച്ച് അങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പക്ഷെ ഇത് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ പെർഫോമൻസിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം പെർഫോമൻസ് ഇഷ്യൂവും ഇത്തരം ബ്രോഡ്കാസ്റ്റിംഗ്, സ്വിച്ചിനകത്ത് നടക്കുന്ന ഈ ബ്രോഡ്കാസ്റ്റിംഗ് എല്ലാം ഒഴിവാക്കാനാണ് ശരിക്കും സ്വിച്ചിനകത്ത് VLAN എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. വിർച്വൽ ലാൻ എന്ന് വിളിക്കും. വിർച്വൽ ലാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വിച്ചിനകത്ത് നിലവിൽ 24 പോർട്ടുള്ള സ്വിച്ചാണ്. ഇപ്പോൾ നമ്മൾ സ്വിച്ചിനെ കോൺഫിഗർ ചെയ്യാനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കുറച്ച് കമൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കഴിഞ്ഞ ക്ലാസ് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല, 2-3 മാസത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. അപ്പോൾ ഇത് കാണുന്നവർ ഒന്ന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ സ്വിച്ചിനകത്ത് കയറിയിട്ട് സ്വിച്ചിനെ കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ സ്വിച്ചിൻ്റെ ഇതിൽ കയറി. നമ്മളിവിടെ ജസ്റ്റ് സ്വിച്ചിൽ കയറിയിട്ടൊരു കമൻറ്റ് കൊടുക്കുകയാണ്. എനേബിൾ ഷോ ഇൻ്റർഫേസ്, ഷോ IP ഇൻ്റർഫേസ് ബ്രീഫ്. അപ്പോൾ സ്വിച്ചിന് നമ്മുടെ IP ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി ഷോ സ്റ്റാർട്ടപ്പ് കോൺഫിഗ്. സ്വിച്ചിനകത്ത് നമ്മൾ പ്രോഗ്രാമുകളൊന്നും ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ നിലവിൽ സ്വിച്ചിനകത്ത് സ്വിച്ചിൻ്റെ 24 പോർട്ടുള്ള സ്വിച്ച് ആണെങ്കിൽ സ്വിച്ചിൻ്റെ ഒരു പോർട്ടിലോട്ട് ഡാറ്റ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള 23 പോർട്ടിലോട്ടും ആ ഡാറ്റേനെ സ്വിച്ച് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നൊരു പ്രവണതയാണ് നോർമലായിട്ട് സ്വിച്ചുകൾക്കുള്ളത്. നമ്മൾ VLAN എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞു. VLAN പഠിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സ്വിച്ച് ലാൻ 1 1 മുതൽ 10 വരെയുള്ള പോർട്ടുകളാണ് ലാൻ 1 പീസുകൾ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ സ്വിച്ചിൻ്റെ അകത്ത് കയറിയിട്ട് ഈ 1 മുതൽ 10 വരെയുള്ള പോർട്ടുകളെ ഞാൻ ഒരു VLAN, വിർച്വൽ ലാൻ എന്ന് വിളിക്കും. ഈ ഒരു VLANലോട്ട് ആഡ് ചെയ്യും. 11 മുതൽ 20 വരെയുള്ള പോർട്ടുകളെ ഞാൻ വേറൊരു VLANലോട്ട് ആഡ് ചെയ്യും.
VLAN എന്ന് പറഞ്ഞാൽ ഞാൻ സ്വിച്ചിൻ്റെ അകത്ത് കൃത്രിമമായിട്ട് പോർട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ 2 VLAN ഉണ്ടാക്കി. സ്വിച്ചിൻ്റെ അകത്ത് നമ്മൾ കയറിയിട്ട് 2 VLAN ഉണ്ടാക്കി. ഒന്ന് LAN 1ന് വേണ്ടിയിട്ടൊരു VLAN ഉണ്ടാക്കി, LAN 2ന് വേണ്ടിയിട്ട് വേറൊരു VLAN ഉണ്ടാക്കി. ഈ 2 VLANകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. എന്ന് വെച്ചാൽ അപ്പോൾ സ്വിച്ചിൻ്റെ ഇതിൽ നിന്നൊരു ഡാറ്റ വന്നു കഴിഞ്ഞാൽ സ്വിച്ച് അതിനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക. ആ VLAN സ്വിച്ച് ഇപ്പോൾ ഈ ഒരു പോർട്ട് ഒരു VLANലായിരിക്കുമല്ലോ സ്വിച്ചിൻ്റെ. ഒന്നാമത്തെ പോർട്ട് സ്വിച്ചിൻ്റെ ഒരു VLANലായിരിക്കുമല്ലോ. ആ VLANൽ ഇരിക്കുന്ന മറ്റു പോർട്ടുകളിലോട്ട് മാത്രമേ സ്വിച്ച് എന്ത് ചെയ്യുള്ളൂ, ആ ഡാറ്റേനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ സ്വിച്ചിൻ്റെ അവിടെ ജസ്റ്റ് മൗസ് വെച്ച് കഴിഞ്ഞാൽ അറിയാം VLAN എന്ന് എഴുതിയത് എല്ലാ VLANും എല്ലാ സ്വിച്ചിൻ്റെ എല്ലാ പോർട്ടുകളും ഇപ്പോൾ ഇതിലിരിക്കുന്നത് ഡിഫാൾട്ട് ആയിട്ടുള്ളൊരു VLAN ഉണ്ട്, വിർച്വൽ LAN. അതിൻ്റെ നമ്പർ എത്രയാണ്? 1. അപ്പോൾ ഒരു ഡാറ്റ വന്നപ്പോൾ എല്ലാത്തിലോട്ടും അയച്ചു കൊടുക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്വിച്ചിൻ്റെ പോർട്ടുകളെ നമ്മൾ വേറെ VLANകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ VLANൻ്റെ അകത്തോട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോർട്ടുകൾ ആ ഒരു VLANൻ്റെ അകത്ത് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. ഇതാണ് ഇതിൻ്റെ തിയറി ആയിട്ടുള്ള കൺസെപ്റ്റുകൾ. നമുക്ക് ഇത് അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ പ്രാക്ടിക്കൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. നമുക്ക് നാളെ പുതിയ ഇതിൻ്റെ പ്രാക്ടിക്കൽ VLANൻ്റെ പ്രാക്ടിക്കൽ വീഡിയോ ആയിട്ട് കാണാം.